സാധാരണ ക്ഷത്രിയന്മാരെല്ലാം ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരാണ്, പ്രത്യേകിച്ചും രാജാക്കന്മാർ. അവർക്ക് ഒന്നിലധികം വിവാഹം ആകാമെന്ന് മാത്രമല്ല, ഒരു നിലയ്ക്ക് പ്രോത്സാഹനം കൂടിയുണ്ട് അതിന്. അതെന്താ അങ്ങനെ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പക്ഷെ ആരും ആലോചിക്കാറില്ല. സാധാരണ നമ്മളുടെ ശരിയായ ധാർമ്മിക ശാസനമോ അല്ലെങ്കിൽ ധാർമ്മിക രീതിയോ എന്താ? ഒരു പുരുഷന് ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ. അതുതന്നെയാണ് ബ്രാഹ്മണർക്കും വൈശ്യർക്കും ശൂദ്രന്മാർക്കും. എന്നാൽ ഈ ക്ഷത്രിയന്മാർക്ക് മാത്രം പടവെട്ടുന്നവരാണവർ. അവർക്ക് മാത്രം ഏത് പെൺകുട്ടി വന്ന് തൻ്റെ കയ്യെ ആവശ്യപ്പെട്ടാലും നിരസിക്കരുത് എന്നാണ് പ്രമാണം. അതാണ് അവർ ഒന്നിലധികം കന്യകമാരെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാമോ അതിനുള്ള കാരണം എന്താണെന്ന്? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൽ 600-ലേറെ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ അത്? നമ്മുടെ ഇന്ത്യ എന്നല്ല പറയുക, ഇന്ത്യൻ ഡൊമിനിയൻ എന്നാണ് പറയുക. അനവധി രാജ്യങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു സംയുക്തമായിരിക്കുന്ന രാഷ്ട്രമാണത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ നാട്ടുരാജാക്കന്മാർ രാജ്യങ്ങൾ ഇവിടെ 600 ചില്ലാനാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത് അവരാദ്യമായി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നിരിക്കണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ രാജാക്കന്മാർക്ക് എല്ലാവർക്കുമുള്ള ഒരു ആവേശം, അഭിനിവേശം, ആദർശം, നിർബന്ധം, പ്രത്യാശ എന്താണെന്നറിയാമോ? സമീപ രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരിൽ ആധിപത്യം ചെലുത്തി തൻ്റെ രാജപദവിയെ ചക്രവർത്തി പദവിയിലേക്ക് ഉയർത്തണം എന്നാണ്. രാജാക്കന്മാർക്ക് ചുരുങ്ങിയ ഒരു രാജ്യത്തിൻ്റെ ആധിപത്യത്തോടു കൂടി ഒരു സിംഹാസനത്തിലിരുന്നാൽ പോരാ. അപ്പോൾ അതിനുവേണ്ടി അവർ പ്രത്യേകമായിട്ട് അഭ്യാസങ്ങളും പരിശീലനങ്ങളും എല്ലാം നടത്തി നാട്ടുരാജാക്കന്മാരെ വെല്ലുവിളിക്കും. നമ്മളുടെ ഇടയിൽ ഒരു അശ്വമേധയാഗം, ഒരു യാഗത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ അശ്വമേധയാഗം? ഏത് രാജാവിനാണോ തോന്നണത് താൻ വേണ്ടത്ര പ്രതാപമുള്ളവനാണ്, എല്ലാവരെയും കീഴടക്കാൻ ശക്തിയുള്ളവനാണ്, പലരെയും കീഴടക്കിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നടത്തുന്നതാണ് അശ്വമേധയാഗം. രാജാവ് ഒരു കുതിരയെ അങ്ങോട്ട് വിടും, പ്രത്യേകമായിട്ടുള്ള അനൗൺസ്മെൻറ്റും അതിന് പട്ടവും കിട്ടമൊക്കെ ആയിട്ട്. അതിൻ്റെ പിന്നിൽ ആൾക്കാരും ഉണ്ടാവും. ആ കുതിര അങ്ങോട്ട് പോവാണ് ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക്, അതും കിടന്ന് ഇനിയൊരു രാജ്യത്തിലേക്ക്. ആരെങ്കിലും അതിനെ തടുത്ത് നിർത്താനുണ്ടെങ്കിൽ തടുത്ത് നിർത്താം, പിടിച്ച് കെട്ടാം. പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ രാജഭടന്മാർ വന്ന് അവരോട് ഏറ്റുമുട്ടുകയായി. ആരും പിടിച്ച് കെട്ടിയില്ല, എല്ലാ സമീപ രാജാക്കന്മാരും സമ്മതിച്ചു, ആദരിച്ചു എന്നുണ്ടെങ്കിലോ അദ്ദേഹത്തിന് അശ്വമേധയാഗം നടത്തിയാൽ അദ്ദേഹം ഏകഛത്രാധിപതിയായി. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ബഹുഭാര്യാത്വം ക്ഷത്രിയന്മാർക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ എന്നും ഇവിടെ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും തന്നെ പറയാം. ഇത്രയധികം രാജാക്കന്മാരുള്ളപ്പോൾ ഓരോരുത്തർക്കും ചക്രവർത്തിയാകണം. വലിയ ചക്രവർത്തി ആയില്ലെങ്കിൽ ചെറിയ ചക്രവർത്തിയെങ്കിലും ആവാമല്ലോ എന്നുള്ളൊരു ആശയും ആവശ്യവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ യുദ്ധം നടന്നാൽ നിങ്ങളൊന്ന് പറയൂ, ഈ യുദ്ധത്തിൽ ആരാ മരിക്കുക? പുരുഷന്മാർ. സ്ത്രീകൾ മരിക്കില്ലല്ലോ. അങ്ങനെ പുരുഷന്മാർ നിത്യം മരിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ. അങ്ങനെ പുരുഷന്മാരിങ്ങനെ ധാരാളം യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ സംഖ്യ കൂടുതലും പുരുഷന്മാരുടെ സംഖ്യ കുറയുമല്ലോ. അപ്പോൾ ഈ സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പുരുഷന്മാരെ എവിടുന്ന് കിട്ടും? കിട്ടില്ല. അതാണ് അവർക്ക് ബഹുഭാര്യാത്വം അനുവദിച്ചത്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ രാമൻ ആ വകുപ്പിൽപ്പെട്ടവനല്ല. അദ്ദേഹം ഏകപത്നി വ്രതക്കാരനാണ്. ക്ഷത്രിയന്മാരുടെ ഇടയിൽ കാണില്ല, അത് നടക്കൂല, അവരാവാനും പാടില്ല. പക്ഷേ രാമൻ തീരുമാനിച്ചു, എനിക്കൊരൊറ്റ ധർമ്മപത്നിയേ ഉള്ളൂ, ആ ധർമ്മപത്നിക്കൊരു ധർമ്മപതി ഒന്നേ ഉള്ളൂ എന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.